അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അത്ര ഉള്ള കാര്യം. എന്താണ് ഈ സ്കാം? എന്താണ് ഈ ക്രിപ്റ്റോ സ്കാം? എന്താണ് ഈ സാധനം? പറയാൻ പറ്റും? ഞാൻ പറഞ്ഞുതരാം. ഈ സ്കാം എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസോണസ്റ്റ് സ്കീമാണ്, ഒരു ട്രിക്കാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. മീൻസ് നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങളുടെ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീം, ഒരു ഡിസോണസ്റ്റ് സ്കീമാണ്. മനസ്സിലായി? അത് ഡിസോണസ്റ്റ് ആണ് ബൈ നേച്ചർ. നിങ്ങളുടെ കാശ് അടിച്ചു മാറ്റുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ കാശ് അടിച്ചു മാറ്റാൻ പല രീതിയിലുള്ളൊരു സ്കാമേഴ്സ് ആ കാശ് അടിച്ചു മാറ്റി പോവാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് നടക്കും. നിങ്ങളോട് പറഞ്ഞ് പറ്റിക്കാം. നിങ്ങളോട് ഒരു പ്രൊജക്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ് പറ്റിക്കാം. എന്നിട്ട് ആ കാശ് അടിച്ച് മാറ്റാം. അവിടെ വേറൊരു ഇലീഗൽ അഡ്രസ്സിലേക്ക് മാറ്റാം. ബേസിക്കലി മീൻസ് ഇലിസിറ്റ് ആയിട്ടുള്ള അഡ്രസ്സിലേക്ക് അത് കാശ് ഇട്ട് മാറ്റാം. പമ്പ് ആൻഡ് ഡംപ് സ്കീം ഉണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ സെയിം തന്നെ അടിച്ച് മാറ്റുന്നത് തന്നെ വേറെ ഇലിസിറ്റ് അഡ്രസ്സിലേക്ക് മാറ്റുമ്പോൾ ചില ഡംപ് ചെയ്തിട്ട് അവർ പോകും. ബേസിക്കലി ഇവിടെ കാര്യം പിടികിട്ടിയ പിന്നെ സ്കാം ചെയ്തിട്ടാണ് പറയാം. പിന്നെ സ്കാം എന്ന് പറഞ്ഞാൽ എന്തിട്ടാണ് ഇഷ്ടംപോലെ സ്കാം ഉണ്ട്. മിസ് ഇൻഫോർമേഷൻ പരത്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇത്ര കാശ് കിട്ടും എന്നൊക്കെ പറയുന്നത് ഒരു സ്കാമാണ്. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാശ് കിട്ടും എന്ന് പറയും. പക്ഷെ അത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടിയിരിക്കില്ല. മനസ്സിലായി? കാശ് കിട്ടില്ല. അപ്പൊ മിസ് ഇൻഫോർമേഷൻ സ്കാം, ഫോൾസ് പ്രോമിസുകൾ നടത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഇത്ര കാശ് തിരിച്ചു തരാന്ന് പറയാം. നിങ്ങൾ ഈ ഒരു ഫോൾസ് പ്രോമിസ് കേട്ടിട്ട് നിങ്ങൾ ഒരു വ്യക്തിക്ക് കാശ് കൊടുക്കണം. ആ വ്യക്തി ആ കാശ് ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാണ്. പിന്നെ ആ വ്യക്തി കാശ് അടിച്ചു മാറ്റാണ്. പിന്നെ ആ വ്യക്തി ആ കാശും കൊണ്ട് പോവാണ്. അതാണ് ഫോൾസ് പ്രോമിസസിന്റെ സ്കാം. മിസ് ഇൻഫോർമേഷൻ പോലെ തന്നെ തെറ്റി പ്രോമിസ് ചെയ്യുക, ഒരു ഫോൾസ് പ്രോമിസ് കൊടുത്ത് കാശ് അടിച്ചു മാറ്റുക. പക്ഷെ ഇതൊക്കെ സ്കാമാണ്. ശരിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, സ്കാം എന്ന് പറഞ്ഞ സാധനം അത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. എനിക്ക് മനസ്സിലാക്കണം. മീൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് അത്രയും ക്ലിയർ കട്ടായിട്ടുള്ള കാര്യമില്ല സ്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഇല്ല. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ക്രിപ്റ്റോ സ്കാം നടത്തണമെന്ന് പറയുന്നത് ബേസിക്കലി ക്രിപ്റ്റോ സ്കാം നടത്തുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു ഡെവലപ്പർ ഉണ്ടാവും ആ ക്രിപ്റ്റോ പ്രൊജക്റ്റിന്. ആ ക്രിപ്റ്റോ പ്രൊജക്റ്റിലെ ഡെവലപ്പർ ആ സാധനം പണിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുന്നത്? അയാൾ ഒരു ഇൻഫ്ലുവൻസറിനെ കാശ് കൊടുക്കും. അല്ല, സ്കാം നടത്തുന്ന ആളാരാണ്? ഡെവലപ്പേഴ്സാണ്. ബേസിക്കലി ഡെവലപ്പേഴ്സാണ് സ്കാം നടത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഡെവലപ്പേഴ്സ് സ്കാം നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവര് ഈ കാശ് ഒരാളുടെ അടുത്ത് നിന്ന് കാശ് സ്വീകരിക്കുകയാണെങ്കിൽ മീൻസ് അവർ പറയാണ് അവരുടെ പ്രൊജക്റ്റ് അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇത്ര റിട്ടേൺസ് ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. എന്നിട്ട് അവരിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് കാശ് വാങ്ങാണ് ഈ ഡെവലപ്പേഴ്സ്. ഈ ഡെവലപ്പേഴ്സ് വാങ്ങിയതിന് ശേഷം അവർ ആ കാശ് കൊണ്ട് പോവാണ്. വേറൊരു ഇലിസിറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക അഡ്രസ്സിലേക്ക് അത് മാറ്റി അവർ മുങ്ങാണ്. അപ്പൊ എല്ലാവരുടെ കാശും പോവാടാ. ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെ കാശും പോവാണ്. മനസ്സിലായി? പക്ഷെ ഈ ഡെവലപ്പർ ഒരു ഇൻഫ്ലുവൻസറിനാ കാശ് കൊടുക്കാന്ന് വെക്കുക, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ അവരുടെ പ്രൊജക്റ്റ്. ആൾക്കാർ കാശ് സ്വീകരിക്കാം, സ്വീകരിക്കാണ്ടിരിക്കാം. അല്ല, സ്വീകരിക്കാണ്ടിരുന്ന നല്ലത്, കുഴപ്പമില്ല എന്ന് പറയാം, ടെൻഷൻ ഇല്ല. പക്ഷെ സ്വീകരിക്കാം, എന്നാലും കുഴപ്പമൊന്നുമില്ല. സ്വീകരിച്ചിട്ട് ആൾക്ക് അത് സ്പോൺസർ ചെയ്യാം, മീൻസ് അല്ലെങ്കിൽ എനിക്ക് എൻഡോഴ്സ് ചെയ്യാം പ്രൊജക്റ്റ്. അപ്പൊ ആ പ്രൊജക്റ്റ് എൻഡോഴ്സ് ചെയ്യുമ്പോൾ പല ആൾക്കാരും ആ പേഴ്സണോട് ഒരു ഇഷ്ടം തോന്നും. കാരണം ഇത്രയും വലിയ ഇൻഫ്ലുവൻസറെ പറയണമെന്ന് തോന്നും. ഇൻഫ്ലുവൻസർ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അത്രയുള്ളൂ. മീൻസ് അവർക്ക് എന്താ ആവശ്യം അത് കൊടുക്കുന്ന ഒരു വ്യക്തി, അതാണ് ഇൻഫ്ലുവൻസർ, കണ്ടന്റ് ക്രിയേറ്റർ. പിന്നീട് അതൊരു ബ്രാൻഡ് ആകുമ്പോൾ ആ വ്യക്തിക്ക് കൂടുതൽ വിശ്വാസം കൊടുക്കണം. മീൻസ് ആ വ്യക്തിയിൽ നല്ല വിശ്വാസം കൊടുക്കണം. മനസ്സിലായോ? ആ വ്യക്തിയിൽ ഇൻവോൾവ് ചെയ്യണം, ഒരു ബ്രാൻഡിന് വിശ്വാസം കൊടുക്കുക, ആ പേരിനും ഒക്കെ. അപ്പൊ പിന്നെ കണ്ണടച്ച് ഏത് പൊട്ടത്തരം പറഞ്ഞാലും അവരെ വിശ്വസിക്കും. പക്ഷെ ഇവിടെയുള്ള ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഫ്ലുവൻസിന്റെ പ്രശ്നമാണോ പബ്ലിക്കിന്റെ പ്രശ്നമാണോ എന്നുള്ള ചോദ്യം. ആണോ? പബ്ലിക്കിന്റെ പ്രശ്നമാണ്. കാരണം നിങ്ങൾ ആലോചിച്ചു, ഒരു ഇൻഫ്ലുവൻസർ പറയണേ, ഏതൊരു ഇൻഫ്ലുവൻസർ ആള് പറയാണ് സയനൈഡ് നല്ലതാണ്. എന്ത് പൊരിയാണ് സയനൈഡ്? നിങ്ങൾ പോയി ആ സയനൈഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ സയനൈഡ് നിങ്ങൾ 10 വർഷം ഇത് കൂട്ടി കൊടുക്കും എന്ന് പറഞ്ഞെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ചാവാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ബേസിക്കലി. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊതുജനത്തിന് കൊടുക്കേണ്ട കാര്യമാണ് കൊടുക്കണുള്ളൂ.
അല്ലാണ്ട് വേറെ ഒന്നും ഇൻഫ്ലുവൻസർ കൊടുക്കണില്ലേ. അപ്പൊ എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസർ കാശ് കൊടുത്ത് സ്പോൺസർഷിപ്പ് നടത്താണെങ്കിൽ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാണെങ്കിൽ ബേസിക്കലി ആ പ്രൊജക്റ്റ് അത് ഇൻഫ്ലുവൻസിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ആലോചിച്ചു ഇപ്പൊ മീൻസ് അത് കേട്ടിട്ട് പോയ ആൾക്കാർ കാശിട്ടുണ്ടെന്ന് നോക്കി. മീൻസ് ഇൻഫ്ലുവൻസർ പറയുന്ന സമയത്ത് കൊണ്ട് കാശിട്ടുണ്ട്. ഈ ആദ്യം കാശിട്ട ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്ക്. അവർ കണ്ടമാനം കാശുണ്ടാക്കിയിട്ടുണ്ട് ഇൻഫ്ലുവൻസറിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഈ ആദ്യം കാശുണ്ടാക്കിയ ആൾക്കാർ പിന്നീട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാണ് ഫസ്റ്റ് കയറി. അതിന് മുകളിൽ കൂടെ വേറെ ആൾക്കാർ വാങ്ങിക്കൂട്ടുണ്ട്. വിറ്റ് വാങ്ങി പോകുന്നുണ്ട് ബേസിക്കലി. മനസ്സിലായി? അപ്പൊ എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കൂട്ട ആൾക്കാർ ഇത് വാങ്ങി ഇതിനെ വീർപ്പിക്കാണ് മാർക്കറ്റ്. പിന്നെ അതൊരു പീക്കിലെത്തി കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ ഡംപ് ചെയ്യാൻ നോക്കി. ബേസിക്കലി ഈ ഇൻഫ്ലുവൻസർ കുറെ കാശുണ്ടല്ലോ, കുറച്ച് ഷെയർ ഉണ്ടല്ലോ ആൾക്ക് ഡംപ് ചെയ്തു നോക്കി. പക്ഷെ എന്നാൽ നിങ്ങൾ ആലോചിക്കണം, ഇൻഫ്ലുവൻസർ കാരണം പല ആൾക്കാരും കാശുണ്ടാക്കി എന്നുള്ള ഒരു സത്യമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്ക് ഡോജ് കോയിനെ പമ്പ് ചെയ്തപ്പോ ഡോജ് കോയിൻ വാങ്ങിയ ആൾക്കാർ കാശുണ്ടാക്കിയിട്ട് കണ്ടമാൻ. പിന്നെ ഇലോൺ മസ്ക് വിറ്റപ്പോഴും അല്ലെങ്കിൽ പല ആൾക്കാരും വിറ്റപ്പോ അത് ഇടിഞ്ഞു. ബേസിക്കലി പലർക്കും നഷ്ടം ഉണ്ടായി എന്ന് പറയാം ബേസിക്കലി. പക്ഷെ അത് ഇലോൺ മസ്കിന്റെ തെറ്റാണ്. ഇവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കൂട്ടം ആൾക്കാരും ഇത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് ഇലോൺ മസ്കിന്റെ ഈ പറച്ചിൽ കൊണ്ട്, അല്ലെങ്കിൽ വേറെ വ്യക്തികളുടെ ലോകപ്പോൾ ആരെങ്കിലും വേണ്ട ഈ പറഞ്ഞ വ്യക്തികളുടെ പറച്ചിൽ കൊണ്ട് ഉപകാരപ്രദമുണ്ട്. ഈ ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാർ സ്കാം എന്ന് അവർ പറയില്ല, കാരണം അവർക്ക് ഫീൽ ഇല്ല സ്കാമാണ്. അവർക്ക് ഗുണം മാത്രമേ ഉള്ളൂ. ഈ താഴ്ന്നു പോയ ആൾക്കാർക്കാണ് സ്കാം എന്നുള്ള ഫീലിംഗ് കിട്ടും. മനസ്സിലായോ? ഈ താഴ്ന്നു പോയ ആൾക്കാരനെ അപ്പൊ അവര് പറയണ എന്നെ പറ്റിച്ചു ഇവൻ ഉള്ള കാര്യം പറയട്ടെ. അവർക്ക് ലാഭം കിട്ടിയ അവര് പറയോ അവര് പറ്റിച്ചു? അവര് പറയില്ല. അവർക്ക് ലാഭം കിട്ടാത്ത കാരണം അവര് പറയണ അവരെ പറ്റിച്ചു. ബേസിക്കലി അവർക്ക് കാശ് കിട്ടിയിട്ടില്ല കാരണം അവർ പറയുന്നത് പറ്റിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പശക്ക് വരുന്നത്. സ്കാം അല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടുകാർക്ക് നല്ല ബെനിഫിറ്റ് കിട്ടി മറ്റു കൂട്ടുകാർക്ക് കിട്ടിയിട്ടില്ല. അത് എല്ലാ പ്രൊജക്റ്റിലാണ് അങ്ങനെ തന്നെയാണ് ബേസിക്കലി. കുറച്ച് കൂട്ടുകാർക്ക് ബെനിഫിറ്റ് ഉണ്ടോ മറ്റു കൂട്ടുകാർക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. ബേസിക്കലി റിസ്ക് എപ്പോഴും ഉണ്ട്. എത്ര അടിപൊളി പ്രൊജക്റ്റ് ആയാലും എത്ര വലിയ മീൻ കോയിൻ പ്രൊജക്റ്റ് ആണെങ്കിൽ അത് നമ്മൾ മറക്കരുത്. മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ബേസിക്കലി. എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസർ സ്കാം എന്ന് പറയാൻ പറ്റില്ല. ആൾക്കാർക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിൽ പറയാം. അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ വില്ല് കൊണ്ടാണ്, നിങ്ങൾ തീരുമാനിച്ചിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? കുറെ ആൾക്കാർ കാശുണ്ടാക്കിയിട്ടുണ്ട് ഇൻഫ്ലുവൻസർ ഇത് കാരണം. അവര് പറയില്ല സ്കാമാണ്, അവർ ബെനിഫിറ്റ് എന്നാ പറയുള്ളൂ. ഇൻഫ്ലുവൻസ് കാരണം അവര് ഇൻഫ്ലുവൻസേഴ്സിന്റെ. അപ്പൊ അവരെ സംബന്ധിച്ചത് സ്കാം അല്ല. അപ്പൊ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയാ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പൊ മറ്റേ പറയും ഇവർക്ക് കുഴപ്പമുണ്ട്, ഇവര് സ്കാം ചെയ്തപ്പെട്ടു എന്നാണ് അവര് പറയാം. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഡിസ്ക്രിപ്പൻസി വരുന്നുണ്ട് ഇവിടെ. അപ്പൊ എന്താ പറ്റുക, കോടതി ഈ കേസ് എടുക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ പറയണ എനിക്ക് കാശ് കിട്ടിയെന്ന്, മറ്റൊരു പറയണ എനിക്ക് കാശ് കിട്ടിയില്ല. എന്താ പറയാ, ഇത് സ്കാം അല്ല. മനസ്സിലാക്കാം. അവർക്ക് വേറെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം. ആരും നിങ്ങളെ പുഷൊന്നും ചെയ്യണില്ലേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, നിങ്ങളെ പ്രേരിപ്പിക്കണമെന്നില്ല. പോയി ഇൻവെസ്റ്റ് ചെയ്താ കിട്ടിയിട്ട് ബേസിക്കലി. ഇപ്പൊ ഇൻഫ്ലുവൻസർ സ്കാം ഒരു സ്കാം അല്ല ബേസിക്കലി. അത് നിങ്ങളായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. നിങ്ങൾക്ക് അത് റിസർച്ച് ചെയ്തോളാം. അയ്യോ ഇത്രത്തിന്റെ പ്രൊജക്റ്റാണ്, അതിലൊന്നും ഇല്ല. വേറെ ആളെ കൊണ്ട് റിസർച്ച് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ചെയ്യണം. അവര് പറയണോ ഒരു സ്കാം ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം നിന്റെ കാശ് പോയി. അതാണ് നിന്റെ കാശ് പോയില്ലെങ്കിലോ നീ അങ്ങനെ പറയില്ല. പിടിയിട്ടേ അത് ഞാൻ പറഞ്ഞു വരുന്നേ. അത് കാരണം ഇലോൺ മസ്ക് ഡോജ് കോയിന്റെ കേസിൽ ഇലോൺ മസ്ക് ജയിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞിട്ടൊന്നും ഇല്ലേ ഇലോൺ മസ്കിന്റെ പ്രൊജക്റ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം. ഇലോൺ മസ്ക് പറയുന്ന പല കാര്യങ്ങളുണ്ട്, അതിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെയും പറഞ്ഞു ഇല്ല. ഡോജ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇലോൺ മസ്ക് പറഞ്ഞിട്ട്, അത് വെച്ച് നിങ്ങൾ എന്തിനു ഇൻവെസ്റ്റ് ചെയ്യണം? അത് ജനങ്ങളുടെ പ്രശ്നമല്ല ബേസിക്കലി. ജനങ്ങൾ ഇപ്പൊ റോഡ് സൈഡിൽ ഒരാളുണ്ട്, ആള് പറയാണ് ഞാൻ ഒരു ഇൻഫ്ലുവൻസറാണ്, നീ പോയി അവിടെ പോയി നിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടെ പോയി നിൽക്കും. നീ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കുറെ ആൾക്കാർ വിശ്വസിക്കണം റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരാളാന്ന് നോക്കി അവിടെ പോയി കോട്ടാന്ന് പറയുകയാണെങ്കിൽ ആൾക്കാർ 10 രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അവിടേക്ക് പോകും. നിങ്ങൾ ഇഷ്ടമാണ് ബേസിക്കലി. ഇപ്പൊ അയാൾക്ക് അയാളുടെ നേട്ടത്തിന് അയാൾ പറയും 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ അവിടെ ആ പീഡിയയിൽ കയറിയാൽ മതി എന്ന് പറയും ബേസിക്കലി. നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടുന്നു, ഒരു ഡിസ്കൗണ്ട് എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ അവിടെ പോകാന്ന് നോക്കി ആൾക്ക് 10% ഓഫർ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷെ നിങ്ങൾ ഇഷ്ടമാണ് അവിടേക്ക് പോകേണ്ടതെന്ന്. അവസാനത്തെ ദിവസം നിങ്ങളാണ് ഫൈനൽ ഡിസിഷൻ നടത്തുന്നത് ബേസിക്കലി. പക്ഷെ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഡെവലപ്പേഴ്സ് സംബന്ധിച്ച്
അവരാണ് കക്കണാൾ. ബേസിക്കലി നിങ്ങൾ കാശടിക്കാൻ അറിയുമ്പോൾ അവർ കാശടിച്ച് മാറ്റണം. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ മിഡിൽ മാനാണ്. ആ പറയണത് ഇതിൽ പോയി ഇൻവെസ്റ്റ് നോക്ക്, ഇതിൽ പോയി ഇൻവെസ്റ്റ് നോക്ക്, അത്ര പറയണുള്ളൂ അവര്. മനസ്സിലായോ? അത്ര പറയണുള്ളൂ അവര്. അല്ലാണ്ട് ഇതിന് കൂടുതൽ പറയാനില്ല. അപ്പൊ ഇതിന്റെ ഇൻഫ്ലുവൻസർ സ്കാം പറഞ്ഞ സ്കാം ഇല്ല. അത്ര ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനെ പറഞ്ഞു പറ്റിക്കാം. ബേസിക്കലി നിന്റെ ഗലിബിലിറ്റി കാരണം നീ അതിൽ വീഴാനുള്ള സാധ്യത കൂടുതൽ കാരണം ബേസിക്കലി പെട്ടെന്ന് എല്ലായിടത്തും പോയി വിശ്വസിക്കുന്നത് നിന്റെ തെറ്റാണ്. ബേസിക്കലി നിന്റെ മാത്രം തെറ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ബേസിക്കലി അവർ റിസർച്ച് നടത്തിയിട്ടില്ല. ഇത് മീം കോയിനാണ്. ബേസിക്കലി നീ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യം എറിഞ്ഞ അപ്പൊ നീ വലിയ തൊള്ളവർക്കേണ്ട ആവശ്യമില്ല ഇതിനെ കുറിച്ച്. മനസ്സിലായി? അപ്പൊ ഇൻഫ്ലുവൻസർ സ്കാം അല്ല ഒരിക്കലും. ഒരു കോടതി എടുക്കില്ല കേസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ബെനിഫിറ്റ്, പലർക്കും ബെനിഫിറ്റ് ചെയ്യുന്നില്ല. എല്ലാവർക്കും സ്കാം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറയാൻ പറ്റും ഡെവലപ്പേഴ്സ് കാശ് മുന്നേ അടിച്ചു മാറ്റി പോയി എന്ന് പറയും. അപ്പം കക്കാതെ ചെയ്ത ബേസിക്കലി. അപ്പൊ അവൻ വിട്ടോളൂ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ അങ്ങനത്തെ വിഷയമല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്തു. എന്തിനാ ഇൻഫ്ലുവൻസിൽ പെടാൻ പോയ രണ്ടും ചിന്തിച്ചോട്ടാ. നിങ്ങൾ 12 വയസ്സേ കുട്ടികളല്ലേട്ടാ, നിങ്ങൾ പ്രായപൂർത്തിയായ പിള്ളേരാണ്. വെറുതെ എല്ലാവരുടെ പോയി ഇൻഫ്ലുവൻസിൽ പോയി പെടാൻ. നിങ്ങൾ പ്രായപൂർത്തിയായ പിള്ളേരാണ്. നിങ്ങളുടെ ആരെ പറഞ്ഞ വല്ലവരുടെ ഇൻഫ്ലുവൻസിൽ പോയി പെടാൻ നിങ്ങൾ തന്നെ പോയി ഇവിടെ പെടുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾ പോയി ചെയ്തു. അതിന് നിങ്ങൾ കോൺസിക്വൻസ് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യണം. നിങ്ങൾ പഠിക്കാതെ ചെയ്ത് നിങ്ങൾ തെറ്റണം. അത്രേ ഉള്ളൂ. മീൻസ് 10, 25, 26, 27, 28 വയസ്സായ ആൾക്കാരാണ് ഇതിൽ പോയി പെടുന്നത്. കുട്ടികൾ പെടുന്നത് 18 വയസ്സായുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ. എന്നാലും നിങ്ങൾ പ്രായപൂർത്തിയായി. അത് ഫസ്റ്റ് മനസ്സിലാക്കണം. അല്ലാണ്ട് പിന്നെ നമുക്കറിയില്ല ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ സ്വഭാവം. ബേസിക്കലി നമുക്ക് അറിയാൻ കൂടി ഇല്ല ഇയാളാരാണ്. നമുക്ക് പലതും പറയാതെ ചിലപ്പോൾ ഒട്ടനായിരിക്കാം, ചിലപ്പോൾ അവിടെ ഇന്റന്റ് മോശമായിരിക്കാം. ബേസിക്കലി എന്തായാലും ശരി, ആളെ വിശ്വസിക്കാൻ നിങ്ങളോട് ആരെ പറഞ്ഞേ? അത്രയുള്ളൂ എനിക്ക് പറഞ്ഞേ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. ഇനി മേലെ വെറുതെ ഇൻഫ്ലുവൻസേഴ്സ് എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ പോകരുത്. എന്നുവെച്ചാണെങ്കിൽ ഇൻഫ്ലുവൻസ് ആരും പറ്റിക്കാനില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ എടുക്കുകയാണ്. അതിന്റെ പിന്നാലെ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുകയാണ്. അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ അനുഭവിക്കുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യം. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞാൽ ശരി.